നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പം അതിന്റെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും പിന്നെ വരുന്ന ഏതാണ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ സർവർ സൈഡ് എന്ന് ഇപ്പോൾ ഈ നമ്മൾ ആൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. രണ്ടിന്റെ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെ ലാംഗ്വേജ് ആണ് ക്ലയന്റ് സൈഡിൽ വരുന്നത്, ഏതൊക്കെയാണ് സർവർ സൈഡിൽ വരുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. HTML, CSS, അതുപോലെ ജാവ സ്ക്രിപ്റ്റ് ഒക്കെ ക്ലയന്റ് സൈഡാണ്. PHP, അതുപോലെ പൈത്തൺ, പേൾ കേട്ടോ, ഇതൊക്കെ വരുന്നത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലാണ് വരുന്നത്. അപ്പോൾ ഈ സർവർ എന്താണ് അതിന്റെ ഡിഫറൻസ് നോക്കാം. സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് മീൻസ് എക്സിക്യൂഷൻ ഓഫ് എ സ്ക്രിപ്റ്റ് അല്ലെ, നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് കോഡ്, ദ പ്രോഗ്രാം ഡയറക്ട്ലി ഓൺ എ വെബ് സർവർ ജനറേറ്റ് എ ഡൈനമിക് കണ്ടന്റ് ഓൺ വെബ് പേജ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് വെബ് സർവറിലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് കയറുന്നതാണ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്ന PHP യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ERP സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ERP സോഫ്റ്റ്വെയർസ്, അതായത് വെബ് ഡിസൈനിങ് സൈറ്റിൽ വരുന്നത്. അതുപോലെ നമ്മുടെ എന്തുണ്ട്, വെബ്സൈറ്റ്, PHP ആയിട്ടുള്ള വെബ്സൈറ്റ്, അതായത് ബാക്ക് എൻഡ് ഒക്കെ ആഡ് ചെയ്ത് വരുന്ന വെബ്സൈറ്റ് അല്ലെ, PHPയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം അല്ലെ. അങ്ങനെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തുണ്ട്, IRTCs അല്ലെ, അല്ലെങ്കിൽ ഇപ്പോൾ ബുക്കിംഗ്, ഇപ്പോൾ KSRTC ഉണ്ട് ബുക്കിൽ. അപ്പൊ ഇതുപോലുള്ളൊരു സോഫ്റ്റ്വെയറിനകത്ത് ബാക്ക് എൻഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ട്, ഫ്രണ്ട് എൻഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സോഫ്റ്റ്വെയർസ് ഡെവലപ്മെന്റ് സൈഡിലേക്കാണ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കയറുക. സർവർ സൈഡ് ലാംഗ്വേജ് കയറുക, അതാണ് PHP. ഓക്കെ, അപ്പൊ സർവർ സൈഡ് മീൻസ് ദ പ്രോഗ്രാം ഡയറക്ട്ലി ഓൺ എ വെബ് സർവർ ആണ്. ഡയറക്ട്ലി ഓൺ എ വെബ് സർവർ. പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, ഈ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് വിച്ച് റൺ ഓൺ ദ യൂസേഴ്സ് വെബ് ബ്രൗസർ. ഇത് നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഡിഫറൻസ് കേട്ടോ. അപ്പൊ ഈ ക്ലയന്റ് സൈഡ് എന്ന് പറയുമ്പോൾ അത് യൂസേഴ്സിന്റെ ബ്രൗസറിലാണ് റൺ ചെയ്യുക. ഞാൻ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലയന്റ് സൈഡിൽ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യാന്ന് വെച്ചേക്കാം. ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഒരു വാലിഡേഷൻ നടക്കാറുണ്ടല്ലോ ക്ലയന്റ് സൈഡ്. നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, സർവറിനകത്ത്, അതായത് നമ്മുടെ ആ ഒരു സിസ്റ്റം ബ്രൗസറിനകത്ത് നമ്മളിപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്തു. രണ്ടാമത്തെ ഫോമിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഉള്ളത് എന്ത് ചെയ്യും, ബ്ലാങ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ എറർ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്താൽ അടുത്തേക്ക് പോകാൻ പറ്റും. അത് ക്ലയന്റ് സൈഡിന്റെ വാലിഡേഷൻ ആണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ വരുന്നതാണ്. ഇനി സർവർ സൈഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോം എല്ലാം നമ്മളിങ്ങനെ ഫോം ഫില്ല് ചെയ്ത് ഓൺലൈനിൽ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോൾ ഇത് സർവറിൽ പോയിട്ട് നമുക്ക് റിട്ടേൺ എറർ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ഇതാണ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ബാക്ക് എൻഡ് ആയിട്ട് ഡാറ്റാസ് ഉണ്ട്, സെക്യൂർ പ്രോസസ്സിംഗ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പഠിക്കാം, അഡ്വാൻറ്റേജ് പഠിക്കാം. ഓക്കെ, ദെൻ ഡൈനമിക്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നവർക്ക് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് പഠിക്കുക കേട്ടോ. അപ്പൊ ഇതിലെ ഡൈനമിക് കണ്ടന്റ് ജനറേഷൻ ഉണ്ട്. ഏതിലാണ്? സർവർ സൈഡിൽ ഡൈനമിക് കണ്ടന്റ്. Okay, server side script can generate personalized HTML, CSS and JavaScript based on user request. Data from databases. അല്ലെ, നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എടുത്ത് വെച്ചേക്ക്, ഇപ്പൊ ബുക്കിംഗ് സോഫ്റ്റ്വെയർസ്, ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ്, ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സോഫ്റ്റ്വെയർസ്. അപ്പൊ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഡാറ്റാ ബേസിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടും. അത് HTML, CSS വെച്ച് പറ്റില്ല. അപ്പൊ ഇത് HTML, CSS ബേസ് ആണ്. നമ്മൾ PHP പഠിക്കുന്നെങ്കിൽ HTML, CSS കൂടെ കണക്റ്റഡ് ഉണ്ട്. അതിലാണ് നമ്മൾ PHP ചെയ്യുക. ഓക്കെ, അപ്പോ ഈ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ബേസ്ഡ് ഓൺ യൂസർ റിക്വസ്റ്റ് then from the database. Other side logic. This is allow for customized web experience. But dynamic content generation ഉണ്ട്. ഏതിലാണ്? സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. നെക്സ്റ്റ്, ഡാറ്റാബേസ് ഇന്ററാക്ഷൻ. ഡാറ്റാബേസ് ഉണ്ട് ഇല്ലേ. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞ ബുക്കിംഗ് ആണെന്ന് വെച്ചേക്കാം, ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് അല്ലെ. നമ്മളിപ്പോ ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ എന്താണ് ആമസോണില് അല്ലെങ്കിൽ ഈ കാർട്ടിലോ എന്തെങ്കിലും ഫ്ലിപ്പിലോ നമ്മൾ എന്തെങ്കിലും ബുക്ക് ചെയ്യുന്നുണ്ട്. ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഡാറ്റാബേസ് ഉണ്ട്. കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ട്, പ്രോഡക്റ്റിന്റെ ഡാറ്റാബേസ് ഉണ്ട്, അതുപോലെ ബില്ലിങ്ങിന്റെ ഡാറ്റാബേസ് ഉണ്ട്, പ്രൈസിന്റെ ഡാറ്റാബേസ് ഉണ്ട്, ക്വാണ്ടിറ്റിയുടെ ഡാറ്റാബേസ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഡാറ്റാബേസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ഇ-കൊമേഴ്സ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വെബ് വഴി നമ്മളൊരു കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഡാറ്റാബേസസ്
ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് സർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ, സർവർ സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ദ പ്രൈമറി ഫംഗ്ഷൻ, അപ്പോൾ ഡാറ്റാബേസ് ഇന്ററാക്ഷൻ ഉണ്ട്, ഡാറ്റാബേസ് ഇന്ററാക്ഷൻ ഉണ്ട്. കാരണം ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് അത് മാറുന്നത്. ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറുമ്പോൾ അതിനകത്ത് ഡാറ്റാബേസ് ഉണ്ടാവും. സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടു കണക്ട് വിത്ത് അതിന്റെ മാനേജ് ഡാറ്റ, അല്ലെ, മാനേജ് ഡാറ്റ. നമ്മളിപ്പോ കൊമേഴ്സ് ബുക്ക് ചെയ്യുന്നു അല്ലെ, ഡാറ്റ മാനേജ് ചെയ്യുന്നുണ്ട്. ലൈക്ക് യൂസർ ഓതന്റിക്കേഷൻസ് അല്ലെ, നമ്മുടെ ID പാസ്വേഡ്, അതാണ് ഇവിടെ പറഞ്ഞ കേട്ടോ. യൂസർ ഓതന്റിഫിക്കേഷൻസ്, HTML CSS-നകത്തൊന്നും നമുക്ക് യൂസർ ഓതന്റിക്കേഷൻ ഇല്ല. ബട്ട് ഇൻ PHP-യിലുള്ള ഒരു സോഫ്റ്റ്വെയറിലേക്ക് കയറുമ്പോൾ യൂസർ ഓതന്റിക്കേഷൻ ഉണ്ട്. യൂസർ ഓതന്റിക്കേഷൻ എന്ന് പറയുമ്പോൾ ID പാസ്വേഡ് ഒക്കെ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കയറാൻ പറ്റത്തുള്ളൂ. ദെൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ, കാരണം അത് ഡാറ്റാബേസ് ഉണ്ട്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റംസ്, ഇപ്പോൾ ഈ എംപ്ലോയി ഡീറ്റെയിൽസ്, സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറയാറില്ലേ. ദെൻ സെക്യൂരിറ്റി, അതിന് ഡാറ്റ കൺട്രോൾ. ഈ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡാറ്റ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ആതന്റിക്കേഷൻ ഉള്ളത് കൊണ്ട് ലോഗിൻ ചെയ്താലും നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും അല്ലെ. ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്, നമുക്ക് ലോഗിൻ ചെയ്താലും അതിനകത്ത് കയറാൻ പറ്റും. അപ്പോൾ സെക്യൂരിറ്റി അല്ലേ, നമ്മുടെ ആ പ്രൊഫൈൽ സെക്യൂരിറ്റി കോൺസെപ്റ്റ് ഉണ്ട്. ഡാറ്റയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡാറ്റയെ കൺട്രോൾ ചെയ്യും. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, സെൻസിറ്റീവ് ഓപ്പറേഷൻ ഓൺ ദി സർവർ, സെൻസിറ്റീവ് ആയിരിക്കും. ദ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഹെൽപ്പ് പ്രൊട്ടക്ട്, കേട്ടോ, ദ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് properly data and script source code from direct client access, enhancing security. ഓർക്ക, കണ്ടന്റ് ജനറേഷൻസ് ഉണ്ട്, ഡാറ്റാബേസ് ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ സർവർ സൈഡിന്റെ അഡ്വാൻറ്റേജ് ആണ്. സർവർ സൈഡ് സെക്യൂരിറ്റി, അതിന്റെ ഡാറ്റ കൺട്രോൾ ആണ്, സെക്യൂർ കൊടുക്കുന്നുണ്ട്, ഡാറ്റാബേസ് കൺട്രോൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഓക്കെ, കോമൺ ആയിട്ടുള്ള, ഇത് ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഇൻട്രൊഡക്ഷൻ, അതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ കോമൺ ലാംഗ്വേജസ്. ഏതൊക്കെ ലാംഗ്വേജ് സർവർ സൈഡിനകത്ത് വരുന്നുണ്ട്? PHP മാത്രം നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ, വേറെ ഒന്നും ഇതിനകത്ത് സിലബസിലില്ല. പക്ഷെ അത് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണെന്ന്. ചിലപ്പോൾ ഓപ്ഷനകത്ത് എടുത്തിടാം, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷനിലിടാം, ക്ലൈന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് സർവർ സൈഡിനകത്ത് ഓപ്ഷനകത്ത് എടുത്തിടാം. PHP നമുക്ക് പഠിക്കാം. ഹൈപ്പർ ടെസ്റ്റ് പ്രീ പ്രോസസ്, ഇത് കോമൺ ആയിട്ട് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന വെബ് ആപ്പ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഇത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ദെൻ പൈത്തൺ, പവർഫുൾ ലാംഗ്വേജ്, മെഷീൻ ഇൻഡിപെൻഡൻസ് ലാംഗ്വേജ്, പൈത്തൺ, Django, റോബസ്റ്റ് വെബ് ആപ്ലിക്കേഷൻസ്. അതായത് പൈത്തൺ വെബ് ഡിസൈനിലേക്ക് വരുമ്പോൾ അത് Django ആയി. ജാവ വെബ് ഡിസൈനിങ്ങിലേക്ക് കയറി വരുമ്പോൾ ജാവ സ്ക്രിപ്റ്റ്. ഓർക്കുക, പൈത്തൺ വെബ് ഡിസൈനിങ്ങിൽ വരുമ്പോൾ നമ്മൾ അതിന് പൈത്തണും HTML CSS-ഉം ചേർന്നതിന് നമ്മൾ എന്തോ, അല്ല സോറി, ജാവയും HTML CSS-ഉം ചേർന്നതിന് നമ്മൾ എന്തോ പറഞ്ഞു, ജാവ സ്ക്രിപ്റ്റ് ആണല്ലോ. അതുപോലെ പൈത്തൺ HTML CSS ഒക്കെ കയറി വരുന്നത് Django എന്നാണ് പറയാ, Django. ഇതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഇപ്പൊ ഉള്ളതാണ് കേട്ടോ. അതുപോലെ റൂബി കേട്ടോ, റൂബി അതൊക്കെ ലാംഗ്വേജ് ആണ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അതുപോലെ Node.js, ജാവ സ്ക്രിപ്റ്റ് ആണ് സംഭവം, അത് വേറൊരു എക്സ്റ്റൻഷൻ ആണ്. Node.js എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, ഫുൾ സ്റ്റാക്ക് ജാവ സ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക. അതിൽ PHP നമുക്ക് പഠിക്കാനുണ്ട്, PHP പഠിക്കണം. പിന്നെ ഇതിനകത്ത് തന്നെ സർവർ സൈഡിനകത്ത് ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് നമുക്ക് ഇപ്പോ എന്താ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചല്ലേ പഠിച്ചത് അല്ലെ. അതായത് ഇതിനകത്ത് നമ്മൾ എക്സാമ്പിൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ്. ഇപ്പൊ ആമസോണിൽ നമ്മൾ ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് എൻഡ് ഓപ്പറേഷൻ അതിനകത്ത് നടക്കുന്നുണ്ട് ഇല്ലേ. ഒരു പ്രോഡക്റ്റ് അതിനകത്ത് ആഡ് ആവുന്നുണ്ട്, നമ്മൾ കൊടുത്ത ഒരു പ്രോഡക്റ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലെസ് ആവുന്നുണ്ട്. എമൗണ്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ്ഡ് ആവുന്നുണ്ട്, അത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ബാക്ക് എൻഡ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് സർവർ കണക്ട് ചെയ്തേ നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ PHP സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് അല്ലെ. ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്താൽ പോലും റെയിൽവേയോ അല്ലെങ്കിൽ നമ്മൾ KSRTCയോ ബുക്ക് ചെയ്താൽ പോലും അവിടെ നടക്കുന്ന പ്രോസസ്സ് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. ഈ കസ്റ്റമർ ഡാറ്റ മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഫോം ദ ബാക്ക് എൻഡ് ഓഫ് എ വെബ് ആപ്ലിക്കേഷൻ, handle the logic and data management that user don't directly see their browser. നമുക്ക് ആ ബാക്ക് എൻഡ് ഡാറ്റാബേസ് കാണാൻ പറ്റില്ല. അഡ്മിൻ സൈഡ്, ഓൺലി അഡ്മിൻ സൈഡ്
only development side അല്ലെങ്കിൽ admin side. Include the processing of submission, manage user sections, then integrating with the API. And അത് വരുന്ന applications. Okay. Clear അല്ലേ? ഇപ്പൊ എന്താണ് സർവർ സൈഡ് എന്ന് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇതിന്റെ രണ്ടിന്റെയും ഒരു ഡിഫറൻസ് ഒന്ന് നോക്കി. ഇത് രണ്ടും ഡിഫറൻസ് അത് ആഡ് ചെയ്തിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഷോർട്ടായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. സോഴ്സ് കോഡ് ഈസ് വിസിബിൾ ടു ദ യൂസേഴ്സ്. നമുക്ക് കോഡ് കാണാൻ പറ്റും. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കോഡ് നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ HTML സിമ്പിൾ ആയിട്ട് ഒരു പേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. HTML ഒരു സിമ്പിൾ ആയിട്ട് ഒരു പേജ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ കോഡ് നമുക്ക് കാണാം. പക്ഷെ ഇത് സോഫ്റ്റ്വെയർ അല്ലാത്തത് കൊണ്ടാണ് ഇതങ്ങനെയല്ല. ദ കോഡ് നോട്ട് വിസിബിൾ ടു ദ യൂസേഴ്സ്. കാരണം അത് സോഫ്റ്റ്വെയർ ആണ്, ഒരു സോഫ്റ്റ്വെയർ. ഇപ്പൊ ആമസോണിനകത്ത് വെബ് അല്ലെ, ആമസോൺ. അപ്പൊ അതിനകത്ത് നമുക്ക് ആ കോഡ് നമുക്ക് കാണാൻ പറ്റും? കോഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ സർവർ സൈഡിനകത്ത് കോഡ് എന്താണ്? സോഴ്സ് കോഡ് സെക്യൂർ ആയിരിക്കും. ഇനി ക്ലയന്റിൽ ഇറ്റ് മെയിൻ ഫംഗ്ഷൻ ടു പ്രൊവൈഡ് റിക്വസ്റ്റഡ് ഔട്ട്പുട്ട് ടു എൻഡ് യൂസേഴ്സ്. നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും, അതാണ് ക്ലയന്റ്. ദെൻ സർവറോ primary function manipulate, provide access to the respective database per request. Database, ipo booking ഒക്കെ വരുന്നത് databases. Then client usually depend on the browsers and its version. നമ്മുടെ വെർഷൻ അനുസരിച്ചിരിക്കും ഡിപ്പെൻഡ്. then ഇതങ്ങനെയല്ല. സർവർ സൈഡ് ടെക്നോളജി can be used and it does not depend on the client. ക്ലയന്റ് ഡിപ്പെൻഡന്റ് അല്ല അത്. then ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ആവും. റൺ ഓൺ ദി യൂസർ ആപ്ലിക്കേഷൻ. നമ്മളൊരു HTML CSS ഒരു കോഡ് ചെയ്ത് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഇസ് റൺ ഓൺ വെബ് ബ്രൗസേഴ്സ്. ബ്രൗസറിലാണ് റൺ ആവുന്നത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ആവും, ഇത് ബ്രൗസറിൽ റൺ ആവും. ദെൻ there are many advantages like this, like faster responsive time, interactive applications. then ഇവിടെയോ ഹൈ കസ്റ്റമൈസ്ഡ് റെസ്പോൺസ്. അതായത് ഇപ്പൊ ആമസോൺ ഹൈ കസ്റ്റമേഴ്സ് ആണ് അല്ലെ, ഒരുപാട് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് ചെയ്യുന്നുണ്ട്, റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിന് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് അങ്ങനെയല്ല, നമ്മുടെ സിസ്റ്റത്തിൽ മാത്രം റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിന്റെ ഡിഫറൻസ്. ദെൻ ഒന്ന് രണ്ടെണ്ണം കൂടി നോക്കിയേക്കാം. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് സെക്യൂരിറ്റി അല്ലെ, ക്ലയന്റിന് ഡാറ്റ സെക്യൂരിറ്റി കൊടുക്കുന്നില്ല. ദെൻ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇറ്റ് പ്രൊവൈഡ് മോർ സെക്യൂരിറ്റി ഫോർ ഡാറ്റ. ഇറ്റ് പ്രൊവൈഡ് മോർ സെക്യൂരിറ്റി ഫോർ ഡാറ്റ. The next, client, it is a technique used in a web development which is script run on the client browser. നമ്മുടെ ക്ലയന്റ് ബ്രൗസറിലാണ് അത് എന്ത് ചെയ്യുന്നത്? റൺ ആകുന്നത്. കാരണം ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ക്രോമോ, മൊസില്ല ഫയർഫോക്സിലോ അല്ലെ, എഡ്ജിലോ, ഇന്റർനെറ്റ് എക്സ്പ്ലോററിനകത്ത് എന്ത് ചെയ്യും? റൺ ആവും. ദെൻ ഇത് നമുക്ക് ഇവിടെ ബ്രൗസർ യൂസ് ചെയ്ത് സർവർ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രൗസർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വെബ് സർവറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് യൂസ് സ്ക്രിപ്റ്റ് ഓൺ എ വെബ് സർവർ ടു പ്രൊഡ്യൂസ് എ റെസ്പോൺസ് ദാറ്റ് ഈസ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ക്ലയന്റ് റിക്വസ്റ്റ് അല്ലെ. നമ്മളൊരു ബ്രൗസർ വഴി ക്ലയന്റും റിക്വസ്റ്റ് കൊടുക്കും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആമസോൺ എടുത്താറുണ്ട് അല്ലെ. ആമസോണിനകത്ത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, നമുക്ക് ക്ലയന്റ് റെസ്പോൺസ് തരുന്നുണ്ട്. സർവർ നമുക്ക് റെസ്പോൺസ് തരുന്നുണ്ട്. ഓക്കെ, ദെൻ HTML, CSS, JavaScript are client-side scripting language. PHP, Python, Java, Ruby. ഇത് വരുന്നതെല്ലാം സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ദെൻ നെക്സ്റ്റ്, നോ നീഡ് ഫോർ ഇന്ററാക്ഷൻ വിത്ത് സർവർ. ഇത് സർവറുമായിട്ട് ഒരു ഇന്ററാക്ഷനും ഇല്ല, ഓൺലി നമ്മുടെ സിസ്റ്റത്തിലാണ് റൺ ആവുന്നത്. ദെൻ ഇറ്റ് ഇസ് all about interacting with the server. ഏതാണ്? സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇന്ററാക്ടിങ് വിത്ത് ദ സർവേഴ്സ്. ഇനി ഇറ്റ് റെഡ്യൂസ് ലോഡ് ഓൺ പ്രോസസിംഗ് യൂണിറ്റ് ഓഫ് ദി സർവർ. then it search the process load on the server. ഇത് ഫുള്ളും സർവറിലാണ് അതിന്റെ ലോഡ് വരുന്നത്. ഓക്കെ, ഡിഫറൻസ് ക്ലിയർ ആയല്ലോ? ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് നോക്കി. ദെൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ, ക്യാരക്ടേഴ്സസ്, ഏതൊക്കെ ലാംഗ്വേജസ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ വരും. ദെൻ അതിന്റെ രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ലാംഗ്വേജ് എടുത്തിട്ട് എന്ത് ചോദിക്കും?
ക്ലയന്റ് ആണോ സെർവർ ആണോ ചോദിക്കുക. അല്ലെങ്കിൽ ചോദിക്കാറുള്ള ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതെന്ന് ചോദിക്കും. ഇപ്പൊ ഡിക്ലറേറ്റീവ് ടൈപ്പ് ഒരു ക്വസ്റ്റൻ, കുറേ ഓപ്ഷൻ ഇങ്ങനെ ഡിക്ലറേറ്റീവ് സെന്റൻസ് ടൈപ്പ് തന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് കറക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. ഒരുപാട് ക്വസ്റ്റൻ വരുന്ന ഏരിയയാണ് ഈ ക്ലയന്റും സർവർ സൈഡും കേട്ടോ. ഇനി നമ്മുടെ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയ PHP കയറുക. PHP ഓക്കെ. PHP നമുക്ക് സിലബസിലുണ്ട്, നല്ല രീതിയിൽ പഠിക്കുക. നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് പഠിച്ചതുപോലെ ജാവാ സ്ക്രിപ്റ്റിനകത്ത് ഡാറ്റ ടൈപ്സ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതെല്ലാം ജാവാ സ്ക്രിപ്റ്റിനകത്തുണ്ട്. അതുപോലെ PHPയിലും ഉണ്ട്. പഠിക്കുക. PHPയിലും ഡാറ്റ ടൈപ്സ്, വേരിയബിൾസ്, കോൺസ്റ്റൻസ്, അതുപോലെ ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം PHPയിലുണ്ട് കേട്ടോ. അപ്പോൾ വേരിയബിൾസ് ഡിക്ലെയർ പലതും ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ട്. ഓരോ ലാംഗ്വേജ് വരുമ്പോൾ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ആ ചേഞ്ച് ആവുന്നതായിരിക്കും എക്സാമിന് ചോദിക്കുക. ഇപ്പൊ ഒരു വേരിയബിൾ ഡിക്ലെയർ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ എന്താ പഠിച്ചു? വ്യാർ എന്നൊരു കീവേഡ് യൂസ് ചെയ്താണ് പഠിച്ചത് അല്ലേ? ഇങ്ങനെയല്ലേ പഠിച്ചത്? അല്ലെങ്കിൽ ലെറ്റ് എന്ന് കൊടുക്കും, ഇങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ ജാവാ സ്ക്രിപ്റ്റില് അല്ല PHPയിൽ ഡോളർ യൂസ് ചെയ്താണ് പഠിക്കുക. ഇങ്ങനെ വരുന്ന ചേഞ്ചുകൾ എക്സാമിന് എടുത്തിടാറുണ്ട് കേട്ടോ. വിച്ച് ഈസ് ദ കറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ കറക്റ്റ് വേ ടു ഇനിഷ്യലൈസ് അല്ലെങ്കിൽ ഡിക്ലെയർ ആൻ വേരിയബിൾ ഇൻ ജാവാ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ PHP. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഡിഫറൻസ് നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. വേർ A=10 നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ പഠിച്ചു, അത് പഠിക്കാം നമുക്ക്. PHPയിൽ നമ്മൾ അവിടെ ഡോളർ എന്നൊരു സിമ്പൽ യൂസ് ചെയ്യും. ഡോളറാണ് ഇടുന്നത്. ഇത് സാധാരണ എക്സാമിന് എടുത്തിടാറുണ്ട്. ഓക്കെ, അപ്പൊ പഠിക്കാം, നമുക്കത് പഠിക്കാം, താഴോട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് PHP നോക്കി. PHP സ്റ്റാൻഡ്സ് എക്സ്പാൻഷൻ P, ഹൈപ്പർ ടെസ്റ്റ് പ്രീ പ്രോസസർ ആണ്. ഒരുപാട് പേർക്ക് തെറ്റിപ്പോകുന്നതാണ്. PHP P സ്റ്റാർട്ടിങ് ഉണ്ടോ എന്ന് നോക്കും, പക്ഷെ അല്ല, ഹൈപ്പർ ടെസ്റ്റ് പ്രീ പ്രോസസർ. ഹൈപ്പർ ടെസ്റ്റ് പ്രീ പ്രോസസർ ഇങ്ങനെയാണ് വരുന്നത്. H ഹൈപ്പർ ടെസ്റ്റ് പ്രീ പ്രോസസർ. ഓക്കെ, ഹൈപ്പർ ടെസ്റ്റ് പ്രീ പ്രോസസർ ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഓപ്പൺ സോഴ്സ് server side scripting language. It is used to design web development, web softwares development. It is embedded. ഇതുപോലെ വെബ്സൈറ്റ് നമ്മളിപ്പോൾ ഏതെങ്കിലും കോളേജിലെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? PHP യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. PHP യൂസ് ചെയ്യാറുണ്ട്. Then it is embedded within HTML വരുന്നുണ്ട്. അതാണ് നമ്മൾ HTML എന്ന് പറയുന്നത് ബേസ് ആണ്. HTML CSS ബേസ് ആണ്. ആ ബേസിൽ നിന്നാണ് ഇന്ന് വരെയുള്ള എല്ലാ വെബ് ഡിസൈനിങ് ലാംഗ്വേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് HTML ആണ്. HTML പഠിക്കാതെ ആർക്കും എന്ത് ചെയ്യില്ല, ജാവാസ്ക്രിപ്റ്റോ PHP പഠിക്കാൻ ഉണ്ടാവില്ല. ഇപ്പൊ ഏത് പിള്ളേർക്ക് പോലും PHP ഫസ്റ്റിലേ എടുത്തിടാറില്ല. HTML എന്താണ്, CSS എന്താണ്, ദെൻ അത് കഴിഞ്ഞിട്ട് PHPയോ ജാവാസ്ക്രിപ്റ്റോ പഠിക്കാനുള്ള സിലബസിൽ. കാരണം അതാണ് ഒരു ഫോമാറ്റ്, ഓർഡർ ആണ്. അപ്പൊ നമ്മൾ HTML CSS നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ഈസിയാണ് PHP. കാരണം ആ കോഡിങ്ങിനകത്താണ് നമ്മൾ PHP കോഡ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചില്ലായിരുന്നോ? HTML-നകത്ത് അല്ലെങ്കിൽ CSS കൂടെ വരുന്നിടത്തല്ല, HTML-നകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ആഡ് ചെയ്യുക. അതേ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, സ്ക്രിപ്റ്റ് എന്നൊരു ടാഗ് വിളിച്ചിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് ആഡ് ചെയ്യും. അതുപോലെ PHPയും HTML-നകത്താണ് നമ്മൾ എന്ത് ചെയ്യാറ്, ആഡ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ, then it is executed on the server with the resulting output returned to the browser. നമ്മുടെ ബ്രൗസറിൽ തന്നെ ഡിസ്പ്ലേ ആവും. ഇനി ആണോ എക്സ്പാൻഷൻ അറിയാലോ, ഹൈപ്പർ ടെസ്റ്റ് പ്രീ പ്രോസസേഴ്സ് വൈഡ്ലി യൂസ്ഡ് ആണ്, ഓപ്പൺ സോഴ്സ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ദെൻ ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ടഡ് ഓൺ ദ സർവർ ആണ്. സ്ക്രിപ്റ്റ് എക്സിക്യൂട്ടഡ് ഓൺ ദ സർവർ മെയിൻ ലൈൻ ആണ്, ഇമ്പോർട്ടന്റ് ലൈൻ ആണ് കേട്ടോ. സ്ക്രിപ്റ്റ് കാരണം സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ദ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ടഡ് ഓൺ ദ സർവർ. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് എക്സിക്യൂട്ടഡ് ഓൺ നമ്മുടെ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ കമ്പ്യൂട്ടറിനകത്താണ് റൺ ആവുന്നത്, നമ്മുടെ ബ്രൗസറിനകത്താണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ആവുന്നത്. ദെൻ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇസ് എക്സിക്യൂട്ടഡ് ഓൺ ദ സർവർ. ദെൻ ഇറ്റ് ഇസ് എ ഫ്രീ ടു ഡൗൺലോഡ് ആൻഡ് യൂസ്. PHP ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെ. ലിങ്ക് ഒക്കെ ഉണ്ട് PHP-യുടെ.
www.php.net. ആ സോഫ്റ്റ്വെയർസ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് കോഡിങ് കൊടുക്കാം. ഓക്കെ, അതാണ് ഫ്രീ ടു ഡൗൺലോഡ് ആൻഡ് യൂസ് എന്ന് പറയുന്നത്. അതാണ് ഓപ്പൺ സോഴ്സ് എന്നതിന്റെ മീനിങ്, ഓപ്പൺ സോഴ്സ്. ദെൻ നെക്സ്റ്റ് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഓർക്കുക. സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണല്ലോ നമ്മൾ പഠിച്ചു. റൺ ഓൺ വെബ് സെർവറിലാണ്, ഡൈനമിക് വെബ് കണ്ടന്റ് ഉണ്ടായിരിക്കും, ക്ലയന്റ് കൊടുക്കുന്ന റിക്വസ്റ്റ് അനുസരിച്ച് എക്സിക്യൂട്ട് ആവും. ദെൻ ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ടു ഡൗൺലോഡ് ആൻഡ് ഈസി ടു മോഡിഫൈ, കോൺട്രിബ്യൂട്ടിങ്, അഡോപ്ഷൻസ്, ലാർജ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്സ്. ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട് ഇന്ന്. ഡാറ്റാബേസ് ഇന്ററാക്ഷൻ ഉണ്ട്, കാരണം അത് സോഫ്റ്റ്വെയറിലേക്ക് കയറിയാണ്. ഡാറ്റാബേസ് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ബുക്കിംഗ് തന്നെ ഓർത്ത് ആമസോൺ PHP യിലാണ് ഡെവലപ്പ് ചെയ്തെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഡാറ്റാബേസ് ഉണ്ട് അല്ലേ, പ്രോഡക്റ്റ് ഡാറ്റാബേസ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസസ് ആയ സോഫ്റ്റ്വെയർസ് ആണ് MySQL, ലാംഗ്വേജസ് ആണ് MySQL, അതുപോലെ PostgreSQL, Oracle. ഓക്കെ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ദെൻ മൈക്രോസോഫ്റ്റ് SQL സർവർ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ, ലാംഗ്വേജസ് ആണ്. MySQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, അതുപോലെ PostgreSQL, Oracle എന്ന് പറയുമ്പോൾ ജാവയുടെ കമ്പനി അല്ല ഉദ്ദേശിച്ച, Oracle ഡാറ്റാബേസസ് ലാംഗ്വേജ് ആണ് കേട്ടോ. മൈക്രോസോഫ്റ്റ് SQL സർവർ, ഇതെല്ലാം ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസ്. ദെൻ ലാംഗ്വേജസും സോഫ്റ്റ്വെയർസും. ദെൻ ആപ്ലിക്കേഷൻസ്, സ്റ്റോർ റിട്രീവ് ദ ഡാറ്റാസ്. നമുക്കിത് യൂസ് ചെയ്ത് ഈ MySQL ഒക്കെ യൂസ്ഡ് ടു ക്രിയേറ്റ് ഡാറ്റാബേസസ് ആണ്. ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റിന്റെ ടേബിൾസ് അല്ലെ. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ടേബിൾ എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് ID ഉണ്ടാവും, സ്റ്റുഡന്റ് നെയിം ഉണ്ടാവും, സ്റ്റുഡന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ക് ആണ് MySQL, ദെൻ PostgreSQL, Oracle, മൈക്രോസോഫ്റ്റ് SQL. അപ്പോൾ ഏത് സോഫ്റ്റ്വെയർ, വെബ് ആപ്ലിക്കേഷൻ ഏത് സോഫ്റ്റ്വെയർ എടുത്താലും ബാക്ക് എൻഡ് ഉണ്ട്. നമ്മളിപ്പോൾ ഫുൾ സ്റ്റാക്ക് എന്ന് കേൾക്കാറുണ്ടെങ്കിൽ, ഫുൾ സ്റ്റാക്ക് ഇന്റേൺഷിപ്പ്, ഫുൾ സ്റ്റാക്ക് കോഡിംഗ് എന്ന് കേൾക്കും. ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഫുള്ള് നമ്മൾ അത് പഠിക്കുന്നതാണ്. ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും പഠിക്കും. ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കാം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിരിക്കും. ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ MySQL, PostgreSQL, Oracle, മൈക്രോസോഫ്റ്റ് SQL ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ബാക്ക് എൻഡ് ഡാറ്റാബേസ്. അപ്പൊ ഇത് രണ്ടും വരുന്നതാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ, ഒരു ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കേട്ടോ, ഫുൾ സ്റ്റാക്ക്. അപ്പൊ ഇവിടെ ഈ ഡാറ്റാബേസ് ഇന്ററാക്ഷൻ, MySQL ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, അതായത് PHP. ദെൻ നെക്സ്റ്റ് ഡൈനമിക് കണ്ടന്റ് ജനറേഷൻ, can create or content, open, read, write, delete files on server, handle from the data, manage your sections, send, receive cookies എന്ന് പറയുന്നത് എന്താണ്, റീസെന്റ് സെൻഡ് ആയിട്ടുള്ള ഡാറ്റാസ് കേട്ടോ, ഹിസ്റ്ററി എന്നൊക്കെ പറയാം. ദെൻ ക്രിയേഷൻ ഓഫ് പേഴ്സണലൈസ്ഡ് ആൻഡ് ഇന്ററാക്റ്റീവ് വെബ് എക്സ്പീരിയൻസ്. ഓക്കെ, ക്ലിയർ അല്ല? അപ്പൊ ഡൈനമിക് കണ്ടന്റ് ജനറേഷൻ ഇതെല്ലാം PHPയുടെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്, ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീലി അവൈലബിൾ, ഡാറ്റാബേസ് ഇന്ററാക്ഷൻ ഉണ്ട്, ഡൈനമിക് കണ്ടന്റ് ജനറേഷൻ ഉണ്ട്. നെക്സ്റ്റ് ഡൈനമിക് കണ്ടന്റ് ജനറേഷൻ. ദെൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ്. പ്ലാറ്റ്ഫോം നമ്മൾ ആൾറെഡി ജാവാസ്ക്രിപ്റ്റിനൊക്കെ പഠിച്ചു അല്ലെ. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇറ്റ്സ് ക്യാൻ റൺ ഡിഫറെന്റ് ഓർ വേരിയസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. PHPയിലുള്ള ഒരു കോഡിനെ നമുക്ക് കൊണ്ട് ലിനക്സിലിട്ട് റൺ ആക്കാം, വിൻഡോസിലിട്ട് റൺ ആക്കാം, മാക് OSൽ റൺ ആവും, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെർവറിൽ റൺ ആവും. അപ്പൊ അതുകൊണ്ട് എന്ത് പറയുന്ന പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറയാം കേട്ടോ. ദെൻ എംബഡഡ് ഇൻ HTML ഇത് വരുന്നത്. നമുക്ക് സിന്റാക്സ് ഒക്കെ പഠിക്കാം. PHP code is seamlessly embedded within HTML files using special tag. That means അതെങ്ങനെ ഇരിക്കും, ഇതെങ്ങനെ ഇരിക്കും കേട്ടോ, ഇതുപോലെ ഇരിക്കും. ഇത് എവിടെയാണ് വരുന്നത്, PHPക്കകത്ത്, HTML, ഇതാണ് നമ്മുടെ PHP കോഡ് എന്നിരിക്കട്ടെ. ഇതിനകത്താണ് നമ്മൾ PHPയുടെ ഡിസൈനിങ് കോഡൊക്കെ ചെയ്യുക. അപ്പോൾ ഈ കോഡ് എംബഡഡ് ഇൻ HTML ഇത് കിടക്കുന്നുണ്ടോ കണ്ടോ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചത്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്ക്രിപ്റ്റ് എന്നൊരു ടാഗിനകത്ത് യൂസ് ചെയ്തു, സ്ക്രിപ്റ്റിനകത്ത് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു ആണല്ലോ. സെയിം മെത്തേഡിൽ PHP
HTML-നകത്താണ് കൊടുക്കുക. പക്ഷെ അവിടെ ചെറിയൊരു ചേഞ്ച് കണ്ടോ? എങ്ങനെയാണ് അത് സ്റ്റാർട്ട്? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ കറക്റ്റ് ടാഗ് ടു ക്രിയേറ്റ് സ്റ്റാർട്ടിംഗ് വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ടാഗ് ടു ക്രിയേറ്റ് PHP. കറക്റ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ, അത് മറന്നു പോരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് PHP. അതാണ് അതിന്റെ സിൻടാക്സ്. PHP എന്ന് എഴുതിയിട്ട് ഇവിടെ നമുക്ക് PHPയുടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ട് PHPയെ ക്ലോസിങ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യുക. ഇവിടെ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെ ഇടുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം വേറെ എന്തെങ്കിലും തരും. വേറെ എന്തെങ്കിലും ഹാഷോ അതുപോലെ $സൈനോ എന്തെങ്കിലുമൊക്കെ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതുപോലെ ഇവിടെ വന്നിട്ട് തിരിച്ചിടും കേട്ടോ. ഇങ്ങനെയൊക്കെ ഇടാറുണ്ട്, ഇല്ലെങ്കിൽ ഡോട്ട് ഇടാറുണ്ട്, ഇങ്ങനെയൊക്കെ തരാറുണ്ട്. ആരൊക്കെ അത് ഓർത്തിരിക്കുക. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് നോക്കിയേ? എംബഡഡ് ഇൻ HTML ആണ്. HTML അകത്താണ് ഇത് വരുന്നത്. എംബഡഡ് ഇൻ HTML. ഓക്കെ, ദെൻ നെക്സ്റ്റ് PHPയുടെ ഫൈൻഡ് എക്സ്റ്റൻഷൻ .php. നമ്മൾ HTML എക്സ്റ്റൻഷൻ ഒക്കെ പഠിച്ചു. .html, CSS, .css, ജാവാസ്ക്രിപ്റ്റ് .js അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്താലും കറക്റ്റ് ആണ്. സ്ക്രിപ്റ്റ് JS, അത് JS കൊടുക്കാം. ഇനി PHP ഇപ്പൊ പഠിച്ചു .php. ഓർത്തിരിക്കുക .php. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഡൈനാമിക് വെബ് കണ്ടന്റ്. ക്രിയേറ്റ് ചെയ്യാം, ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഫയൽ ഓപ്പൺ ചെയ്യാം, റീഡ്, റൈറ്റ്, ഡിലീറ്റ് ആൻഡ് ക്ലോസ് ഫയൽസ് ഓൺ ദി സർവർ. കളക്ട് ഫോം ഡാറ്റ. PHP ക്യാൻ കളക്ട് ഫോം ഡാറ്റ. ഫോം ഡാറ്റ, നമ്മുടെ ഫോം ഇല്ലേ, ഫോം ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. Then can send and receive cookies, recent data history, can read, delete, modify your database, use it to control user access. User access control ചെയ്യാൻ പറ്റും. യൂസർ ആക്സസ് കൺട്രോൾ ചെയ്യുന്ന പറയുന്നതിലെ നമുക്കിപ്പോൾ ആമസോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മോഡ്യൂൾസ് അതിൽ വ്യൂ ആണോ? ഇല്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റോ സ്റ്റുഡൻറ് ലോഗിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ കോളേജോ സ്കൂളോ കാര്യങ്ങളിലെ ലോഗിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനകത്ത് നമുക്ക് എല്ലാ മോഡ്യൂൾസ് ആക്സസിബിൾ അല്ല അല്ലെ. മീൻസ് ഇപ്പൊ യൂണിവേഴ്സിറ്റി എടുക്കുന്നിരിക്കും, അതാത് കോളേജുകൾക്കുള്ള മോഡ്യൂൾസ് വ്യൂ ആയിരിക്കും, യൂസേഴ്സിന് ആക്സസ് കൊടുക്കുന്നതാണ്. അതുപോലെ സ്റ്റുഡന്റ് ലോഗിനകത്ത് സ്റ്റുഡന്റിന് വേണ്ടിയിട്ടുള്ള മാത്രം കാര്യങ്ങൾ ആക്സസിബിൾ ആണ്. ഇനി അഡ്മിൻ സൈഡ് ആണെങ്കിൽ അഡ്മിൻ സൈഡിനുള്ള കാര്യങ്ങൾ ആക്സസ് ആണ്. യൂണിവേഴ്സിറ്റി സൈഡിലാണെങ്കിൽ അവിടുത്തെ അക്കാഡമിക്കിന് ഓഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള ആക്സസ് അവിടെ ആയിരിക്കും. അതുപോലെ പ്രിൻസിപ്പൽസ്മാർക്ക് വേറൊരു ആക്സസ് ആയിരിക്കും, അതായത് കോളേജ് ഓഫീസ്. അപ്പൊ ഇങ്ങനെ യൂസേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ആക്സസ് ചെയ്ത് വെക്കാൻ പറ്റും. ഏതിലാണ്? സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയ PHP. ദെൻ എൻക്രിപ്റ്റ് ഡാറ്റ. കാരണം ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ ഉള്ളത് കൊണ്ട് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ഒക്കെ നമ്മൾ ആൾറെഡി പഠിച്ചു അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഒരു കോഡ് പ്ലെയിൻ, നമ്മൾ കൊടുക്കുന്ന ഹായ് എന്നൊരു മെസ്സേജ്, അത് പ്ലെയിൻ ടെസ്റ്റ് ആണ്. സൈഫർ ടെസ്റ്റിലേക്ക് മാറുന്ന പ്രോസസ്സാണ് എൻക്രിപ്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഹായ് ഒരാൾക്ക് ഇപ്പൊ നമ്മൾ അയക്കുകയാണെങ്കിൽ ഈ ഹായ് പറയുന്ന പേര് പ്ലെയിൻ ടെസ്റ്റ്. ആ പ്ലെയിൻ ടെസ്റ്റ് സൈഫർ ടെസ്റ്റിലേക്ക് മാറും. സൈബർ സെക്യൂരിറ്റി സൈബർ ടെസ്റ്റിലേക്ക് മാറും. ആ സൈബർ ടെസ്റ്റ് വേറൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു കോഡായിരിക്കാം. ഹാഷ്, $സൈന്, ഡോട്ട്, കോമ, സെമിക്കോൾ, ഇങ്ങനെ ഒരു കോഡായിരിക്കും. ഹായ് ആ രൂപത്തിലാണ് പോവുക. മറ്റൊരാൾക്ക് എത്തുമ്പോൾ വീണ്ടും അത് അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഡീക്രിപ്റ്റ് ചെയ്യും. അത് വീണ്ടും ഹായ് എന്നേക്ക് മാറും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് കേട്ടോ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ PHP ലേറ്റസ്റ്റ് വേർഷൻ PHP 8.4. ഓർത്തിരിക്കണേ, PHPയുടെ ലേറ്റസ്റ്റ് വേർഷൻ PHP 8.4 2024 ലോഞ്ച് ചെയ്തത്. ദ ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ ഓഫ് PHP 8.4 which is released on November 2024 റിലീസ്ഡ് ആയത് കേട്ടോ. ദെൻ PHP നമ്മൾ പറഞ്ഞു വേരിയസ് പ്ലാറ്റ്ഫോമിനകത്ത് റൺ ആവും. ദറ്റ് ഇസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ്, വിൻഡോസ്, ലിനക്സ്, യുനിക്സ്, മാക് OS എക്സെട്ര. ദെൻ കമ്പാറ്റബിൾ ടു ആൾമോസ്റ്റ് സർവറിനകത്ത് ഇത് എന്ത് ചെയ്യും? റൺ ആവും. അപ്പാച്ചോ IISനകത്തൊക്കെ റൺ ആവും. വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റാബേസസ് അല്ലെ. വൈഡ് റേഞ്ച് ഓഫ് ആമസോൺ എന്നൊക്കെ പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റാബേസസ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഒരു വെബ് ഡെവലപ്മെന്റ് ചെയ്തൊക്കെയാണെങ്കിൽ അത് വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റാബേസസ് ആണ്. നമ്മുടെ ഒരു ഡീറ്റെയിൽസ് ചെയ്യുന്നത് പോലെ അല്ല, കോമൺ ആയിട്ട് ഒരുപാട് ഡാറ്റാബേസസ് ഉണ്ട് അല്ലെ. വൈഡ് റേഞ്ച് ഓഫ് ഡാറ്റാബേസസ് ഉണ്ട്. ദെൻ ഇറ്റ് ഇസ് ഫ്രീലി അവൈലബിൾ. ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദ ഒഫീഷ്യൽ PHP റിസോഴ്സസ് www.php.net. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാം. ദെൻ PHP is easy to learn. വളരെ ഈസിയാണ് പഠിക്കാൻ. HTML CSS അറിയാമെങ്കിൽ PHP വളരെ ഈസിയാണ്. ആൻഡ് റൺസ് efficiently on the
സർവർ സൈഡ്. അപ്പൊ റണ്ണിങ് നടക്കുന്നത് സർവർ സൈഡ് ആണ്, ക്ലയന്റ് സൈഡ് അല്ല, സർവർ സൈഡ് ആണ്. ഓക്കെ.